Hi friends, എല്ലാവർക്കും Capsule Sessionന്റെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ടെക്സ്റ്റിലെ 17 ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ആണ് നോക്കാൻ പോകുന്നത്. ഈ 17 ചോദ്യങ്ങളിൽ ചില കണക്കുകൾ അല്ലെങ്കിൽ പ്രോബ്ലംസ് കാണാം. പല കൂട്ടുകാരും ഈ പ്രോബ്ലംസ് സ്കിപ്പ് ചെയ്യാനുള്ള കാരണം ഇക്വേഷൻ അറിയില്ല എന്ന് പറഞ്ഞിട്ടാണ്. വെറും 6 ഇക്വേഷനും കുറച്ച് ട്രിക്കുകൾ പറയാമെങ്കിൽ നമുക്ക് ഈ ചാപ്റ്ററിലെ ഏത് പ്രോബ്ലം ചെയ്യാൻ പറ്റും. നമുക്ക് ജസ്റ്റ് 1 മിനിറ്റ് കൊണ്ട് ആ ഇക്വേഷൻസ് ഒക്കെ നോക്കാം. ഹീറ്റിന് നമ്മൾ ആദ്യം പഠിച്ച ഇക്വേഷൻ ജൂൾസ് ലോ അനുസരിച്ച് H = I²RT ആയിരുന്നു. രണ്ടാമത് H = V²/R എന്നും പിന്നെ H = V × I × T എന്നൊരു ഇക്വേഷനും പഠിച്ചു. ഈ 3 ഇക്വേഷൻ അറിയാമെങ്കിൽ പവറിന്റെ ഇക്വേഷൻ നമ്മൾ കാണാൻ പഠിക്കേണ്ട കാര്യമില്ല. കാരണം പവർ ഹീറ്റ് ബൈ ടൈം ആണ്. ഹീറ്റിന്റെ ഏതൊരു ഇക്വേഷനിലെയും ടൈം മായ്ച്ചു കളഞ്ഞാൽ നമുക്ക് പവർ കിട്ടും. ഹീറ്റ് I²RT എന്ന് പഠിച്ചപ്പോൾ അവിടെ പവറിന് I²R കിട്ടി. ഹീറ്റ് V²/R × T പഠിച്ചപ്പോൾ പവറിന് V²/R കിട്ടി. ഹീറ്റ് V × I × T പഠിച്ചപ്പോൾ പവറിന് V × I കിട്ടി. സോ നാലാമത്തെ ഇക്വേഷൻ ആംപിയറേജിന്റെ ആണ്. ആംപിയറേജ് = പവർ ബൈ വോൾട്ടേജ്. അഞ്ചാമത്തെ ഇക്വേഷൻ റെസിസ്റ്റർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് ആയ R-ന്റെ വാല്യൂ R1 + R2 ആയിരിക്കും. അതുപോലെ നമ്മൾ റെസിസ്റ്റർ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ടോട്ടൽ റെസിസ്റ്റൻസ് 1/R = 1/R1 + 1/R2 ആയിരിക്കും. ഈ 6 ഇക്വേഷൻ ആയിരിക്കും നമുക്ക് ഏത് പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഇവിടെ പാരലലിന്റെ കേസിൽ 2 ട്രിക്ക് ഇക്വേഷൻ ഉണ്ട്. ചില പ്രോബ്ലംസ് ഈസി ആയിട്ട് ചെയ്യുന്നത് സാധിക്കും. ഒന്നാമത്തേത് നമ്മുടെ ഈ 2 റെസിസ്റ്റർ മാത്രമാണ് പാരലൽ കണക്ഷനകത്തുള്ളതെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് ആയ R = R1R2/R1 + R2 ആയിരിക്കും. അതുപോലെ പാരലൽ കണക്ഷനകത്തുള്ള റെസിസ്റ്ററിന്റെ എല്ലാം വാല്യൂ സെയിം ആണെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് R1/N ആയിരിക്കും. ഇവിടെ N എത്ര റെസിസ്റ്റർ ആണോ കണക്ട് ചെയ്ത് ആ നമ്പറിനെ സൂചിപ്പിക്കും. ഇതിന്റെ കൂടെ നമ്മൾ പണ്ട് പഠിച്ച ഓംസ് ലോയിലെ V = IR എന്നും കറണ്ടിന് ചാർജ് ബൈ ടൈം എന്നുള്ള ഇക്വേഷൻ കൂടി അറിഞ്ഞിരിക്കണം. ഇതൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഉള്ളത് നമുക്ക് ഓരോ പ്രോബ്ലം ചെയ്യുമ്പോൾ നോക്കാം. ഇനി നിങ്ങൾക്ക് ഈ ഇക്വേഷൻസ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ 3 മിനിറ്റിന്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നിന്നോ അല്ലെങ്കിൽ ക്യാപ്സ്യൂൾ സെഷന്റെ ചാനലിലോ കയറി കാണാവുന്നതാണ്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഫ്യൂസ് വയർ ഈസ് ടു ബി യൂസ്ഡ് അണ്ടർസ്റ്റാൻഡിങ് ആംപിയറേജ് കറക്റ്റ്ലി. കൃത്യമായ ആംപിയറേജിലുള്ള ഫ്യൂസ് വയർ തന്നെ ഉപയോഗിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നാണ് ചോദിക്കുന്നത്. അതിന്റെ ഉത്തരം, ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്യൂസ് വയറിന്റെ ആംപിയറേജ് കറക്റ്റ് അല്ല എങ്കിൽ ഈ സർക്യൂട്ടിൽ കൂടി ഹൈ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഈ ഫ്യൂസ് വയർ ഉരുകി പോകത്തില്ല. ഈ ഫ്യൂസ് വയർ ഉരുകി പോയില്ലെങ്കിലോ ഈ ഹൈ കറണ്ട് നമ്മുടെ സർക്യൂട്ടിലെത്തി സർക്യൂട്ടിനെ ഡാമേജ് ചെയ്യുകയും ചെയ്യും. സോ നമുക്ക് അത് ഇങ്ങനെ എഴുതാം: ഈ ഫ്യൂസ് വയർ ഓഫ് പ്രോപ്പർ ആംപിയറേജ് ഈസ് നോട്ട് യൂസ്ഡ് when high current flows, fuse wire will not melt, so high current will damage the circuit. അതിന്റെ കൂടെ ഒരു ചോദ്യം കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള ഫ്യൂസ് വയറുകളുടെ ആംപിയറേജ് പറയാനാണ് പറയുന്നത്. അതിന് എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് പറയാം 1 ആംപിയറിന്റെ ഫ്യൂസ് വയർ ഉണ്ട്, 1.25 ആംപിയറിന്റെ ഉണ്ട്, 1.5 ആംപിയറിന്റെ ഉണ്ട്, 2.2 ആംപിയറിന്റെ ഉണ്ട്, 5 ആംപിയറിന്റെ ഉണ്ട്, 10 ആംപിയറിന്റെ ഉണ്ട്. ഇങ്ങനെ വിവിധ ആംപിയറേജുകളുള്ള ഫ്യൂസ് വയർ നമുക്ക് മാർക്കറ്റിൽ ഇന്ന് ലഭ്യമാണ്. രണ്ടാമത്തെ ചോദ്യം കാണുമ്പോൾ വലിയൊരു ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നും. പക്ഷെ 4 സിമ്പിൾ കുഞ്ഞു ചോദ്യങ്ങൾ ചേർത്തിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് ആ ചോദ്യം ഒന്ന് നോക്കാം. 0.5 ആംപിയർ കറണ്ട് ഫ്ലോ ത്രൂ ആൻ ഇലക്ട്രിക് ഹീറ്റിംഗ് ഡിവൈസ് കണക്റ്റഡ് ടു 230 വോൾട്ട് സപ്ലൈ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രിക് ഹീറ്റിംഗ് ഡിവൈസ് 230 വോൾട്ട് സപ്ലൈയിലേക്ക് കൊടുത്തപ്പോൾ ഇതിനകത്തൊരു 0.5 ആംപിയർ കറണ്ട് ഫ്ലോ ചെയ്തു എന്നാണ് അവർ പറയുന്നത്. ഇതിന് മനസ്സിലാക്കാം, ഇവിടുത്തെ വോൾട്ടേജ് V എന്നുള്ളത് 230 വോൾട്ട് ആണെന്നും കറണ്ട് I എന്നുള്ളത് 0.5 ആംപിയർ ആണെന്നും. എ എന്ന ചോദ്യത്തിലേക്ക് കടക്കാം. ദ ക്വാണ്ടിറ്റി ഓഫ് ചാർജ് ദാറ്റ് ഫ്ലോസ് ത്രൂ ദി സർക്യൂട്ട് ഇൻ 5 മിനിറ്റ്. അതിന്റെ അർത്ഥം 5 മിനിറ്റിൽ ഈ സർക്യൂട്ടിൽ കൂടി ഫ്ലോ ചെയ്യുന്ന ചാർജിന്റെ അളവ് കണ്ടുപിടിക്കാനാണ്. നമുക്കപ്പോൾ ചാർജ് Q കണ്ടുപിടിക്കണം, ടൈം T 5 മിനിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചാർജിന് വേണ്ടി എഴുതി വെച്ചിരിക്കുന്ന ഇക്വേഷനകത്ത് ഒറ്റ ഇക്വേഷനെ പഠിച്ചിട്ടുള്ളൂ, I = Q/T. അതിൽ നിന്ന് Q അഥവാ ചാർജ് കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ ഈ T എന്നുള്ളതിനെ ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോകണം. T ഡിവൈഡ് ആയി കിടക്കുന്നതുകൊണ്ട് ഇപ്പുറത്ത് പോകുമ്പോൾ ഇൻറ്റു ആകും. അപ്പോൾ എനിക്ക് എഴുതാം Q = I × T എന്ന്. സോ ഞാൻ ആ ഇക്വേഷനാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. Q = I × T. ഇവിടെ എനിക്ക് ഐയുടെ വാല്യൂ പറയാം 0.5 ആംപിയർ, ടിയുടെ വാല്യൂ 5 മിനിറ്റ്സ് എന്നാണ് കിടക്കുന്നത്. പക്ഷെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ടൈം എപ്പോഴും സെക്കൻഡിലായിരിക്കണമെന്ന്. നമുക്കറിയാം 1 മിനിറ്റ് എന്നുള്ളത് 60 സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ 5 മിനിറ്റ് എന്നുള്ളതിനെ 5 × 60 സെക്കൻഡ് എന്ന് വിളിക്കാം. ഇത് 300 സെക്കൻഡ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഐയുടെ വാല്യൂ 0.5 ആംപിയർ ഇൻറ്റു ടൈമിൻ്റെ വാല്യൂ ടിയുടെ വാല്യൂ 300 സെക്കൻഡ് എന്ന് കിട്ടും. അപ്പോൾ എനിക്കിത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 150 എന്ന് കിട്ടും. Q അഥവാ ചാർജിൻ്റെ യൂണിറ്റ് കൂളം ആയതിനാൽ ഇതിൻ്റെ ആൻസർ 150 കൂളം എന്ന് എനിക്ക് കിട്ടുന്നതായിരിക്കും. ബി ആയിട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യം, ഹൗ മച്ച് ഈസ് ദി റെസിസ്റ്റൻസ് ഓഫ് ദി സർക്യൂട്ട് എന്നാണ്. അതായത് ഈ സർക്യൂട്ടിൻ്റെ റെസിസ്റ്റൻസ് R-ന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. വോൾട്ടേജും കറണ്ടും അറിയാമെങ്കിൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ച ഇക്വേഷൻ ഓംസ് ലോ അനുസരിച്ച് V = IR എന്നുള്ളതാണ്. ഇതിനകത്തെ R-ന്റെ ഇക്വേഷൻ എഴുതിയാൽ ഇവിടെ I × എന്ന് കിടക്കുന്നുണ്ട്. I ഇപ്പുറത്ത് വന്നാൽ ഡിവൈഡ് ആവും. സോ V / I = R എന്ന് എനിക്ക് എഴുതാം. ഞാൻ അത് ഇങ്ങോട്ട് എഴുതുകയാണ്. R = V / I. സോ നമുക്ക് വിയുടെ വാല്യൂ അറിയാം 230 വോൾട്ട്, ഐയുടെ വാല്യൂ അറിയാം 0.5 ആംപിയർ.
ഇത് ചെയ്യുമ്പോൾ എനിക്ക് 460 എന്ന വാല്യൂ കിട്ടും. റെസിസ്റ്റൻസ് ആയതുകൊണ്ട് യൂണിറ്റ് ഓം ഇടുക. സോ ഈ സർക്യൂട്ടിന്റെ റെസിസ്റ്റൻസ് എത്രയാണെന്ന് ചോദിച്ചാൽ 460 ഓം ആണ്. അടുത്ത ചോദ്യം, കാൽക്കുലേറ്റ് ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ജനറേറ്റഡ് വെൻ കറണ്ട് ഫ്ലോ ഇൻ ദ സർക്യൂട്ട് ഫോർ 5 മിനിറ്റ്സ്. 5 മിനിറ്റ് സമയം ഈ സർക്യൂട്ടിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ ഇതിനകത്തുണ്ടാകുന്ന ഹീറ്റ് അഥവാ താപം കണ്ടുപിടിക്കാനാണ് പറയുന്നത്. സോ ഹീറ്റ് എച്ചിന്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഹീറ്റിന് നമ്മൾ ഓൾറെഡി 3 ഇക്വേഷൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഏത് ഇക്വേഷൻ വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ ജൂൾസ് ലോ ഇക്വേഷനായി H = I² ആണ് എടുത്തിരിക്കുന്നത്. ഐയുടെ വാല്യൂ അറിയാം 0.5 ആംപിയർ. സോ I² 0.5 ആംപിയറിന്റെ സ്ക്വയർ എടുത്തു. റെസിസ്റ്റൻസിന്റെ വാല്യൂ 460 ഓം ആണ്. സോ ഞാൻ അതും എഴുതി. ടൈമിന്റെ വാല്യൂ 5 മിനിറ്റ് എന്നുള്ളത് 300 സെക്കൻഡ് ആണ്. സോ അതും എഴുതി. അപ്പോൾ എനിക്കിത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.5 ഇൻറ്റു 0.5 എന്നുള്ള 0.5ന്റെ സ്ക്വയറും ഇൻറ്റു 460 ഇൻറ്റു 300 എന്ന് കിട്ടും. ഇതിന്റെ വാല്യൂ 34,500 എന്നാണ്. ഹീറ്റിന്റെ യൂണിറ്റ് ജൂൾ ആയതുകൊണ്ട് 34,500 ജൂൾ ആണ് ഇവിടുത്തെ ഹീറ്റിന്റെ വാല്യൂ. ഡി ആയിട്ട് ചോദിച്ചിരിക്കുന്ന അടുത്ത ചോദ്യം, ഹൗ മച്ച് ഈസ് ദി പവർ ഓഫ് ദി ഹീറ്റിംഗ് ഡിവൈസ് ഇഫ് വി നെഗ്ലെക്ട് ദി റെസിസ്റ്റൻസ് ഓഫ് ദി സർക്യൂട്ട് വയർ. അതായത് നമുക്ക് ഈ ഡിവൈസിന്റെ പവർ കണ്ടുപിടിക്കണം. ഇവിടെ ചിലർക്കെങ്കിലും തോന്നാവുന്ന ഒരു ഡൗട്ട്, നെഗ്ലെക്ട് ദ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഈ റെസിസ്റ്റൻസ് ആണോ നമ്മൾ കളയേണ്ടതെന്ന് വിചാരിക്കും. അങ്ങനെയല്ല, നമ്മളുടെ ഡിവൈസ് ഇതാണെങ്കിൽ ഈ ഡിവൈസിന്റെ മെയിൻ പാർട്ടിന്റെ റെസിസ്റ്റൻസ് ആണ് നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. സോ ഈ റെസിസ്റ്റൻസ് കളയേണ്ട. ഇതിന്റെ സർക്യൂട്ട് വയറുകൾ ഉണ്ടല്ലോ, അതിന്റെ റെസിസ്റ്റൻസ് അത് നമുക്ക് അറിയില്ല, തന്നിട്ടില്ല, അത് എടുക്കണ്ട എന്നാ പറഞ്ഞിരിക്കുന്നത്. ഈ ആർ ഒരിക്കലും കളയരുത്. സോ പവർ കണ്ടുപിടിക്കാൻ നമ്മൾ കുറച്ച് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അതിൽ ഏത് ഇക്വേഷൻ വേണമെങ്കിലും എനിക്കെടുത്ത് ചെയ്യാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് പവറിന്റെ ഇക്വേഷൻ V × I എന്നുള്ളതാണ്. കാരണം മൾട്ടിപ്ലൈ ചെയ്യാൻ എനിക്ക് എളുപ്പം അതാണ്. സോ ഞാൻ വിയുടെ സ്ഥാനത്ത് 230 വോൾട്ടേജ് എന്നും ഐയുടെ സ്ഥാനത്ത് 0.5 ആംപിയർ എന്നും എഴുതി. ഇതിന്റെ ആൻസർ എനിക്ക് കിട്ടും 115. പവറിന്റെ യൂണിറ്റ് വാട്ട്സ് ആണ്. സോ ഈ ഹീറ്റിംഗ് ഡിവൈസിന്റെ പവർ എനിക്ക് കിട്ടും 115 വാട്ട്സ്. മൂന്നാമത്തെ ചോദ്യം, അക്കോർഡിംഗ് ടു ജൂൾസ് ലോ ദ ഹീറ്റ് ജനറേറ്റഡ് ഡ്യൂ ടു കറണ്ട് ഈസ് I²RT. അതായത് ജൂൾസ് ലോ പറയുന്നത് H = I²RT ആണെന്ന് പറഞ്ഞു. എന്നിട്ട് അവർ ചോദിക്കുന്നത്, വിൽ ദ ഹീറ്റ് ഡെവലപ്പ് ഇൻക്രീസ് ഓൺ ഇൻക്രീസിംഗ് ദ റെസിസ്റ്റൻസ് വിത്തൗട്ട് ചേഞ്ചിങ് വോൾട്ടേജ്. എന്ന് പറഞ്ഞാൽ വോൾട്ടേജിന് ചേഞ്ച് വരുത്താതെ റെസിസ്റ്റൻസിന്റെ വാല്യൂ കൂട്ടുകയാണെങ്കിൽ ഇവിടെ ഉണ്ടായ ഹീറ്റ് കൂടുമോ എന്നാണ് ചോദിക്കുന്നത്. പക്ഷെ നമ്മുടെ ഇക്വേഷനകത്ത് വോൾട്ടേജ് ഇല്ല. നമുക്ക് ഈ വോൾട്ടേജിനെയും റെസിസ്റ്റൻസിനെയും കണക്ട് ചെയ്യാനായിട്ട് ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അത് ഓംസ് ലോ ആണ്. ഓംസ് ലോ പറയുന്നത് V = IR എന്നാണ്. ഇവിടെ വോൾട്ടേജിനെയും റെസിസ്റ്റൻസിന്റെയും പേരിൽ ഈ ഇക്വേഷൻ എഴുതണമെങ്കിൽ ഞാൻ ഈ റെസിസ്റ്റൻസിന് ഇപ്പുറത്ത് കൊണ്ടുവരണം. ഇവിടെ ഇൻറ്റു ആയതുകൊണ്ട് ഈ റെസിസ്റ്റൻസ് ഇപ്പുറത്ത് വരുമ്പോൾ ഡിവൈഡ് ആവും. സോ എനിക്ക് എഴുതാം V/R എന്നാണ് ഐയുടെ ഇക്വേഷൻ എന്ന്. സോ ഇതിനകത്ത് നമ്മൾ ഡിനോമിനേറ്ററായ റെസിസ്റ്റൻസിന്റെ വാല്യൂ കൂട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും താഴത്തെ വാല്യൂ കൂടുമ്പോൾ കറണ്ടിന്റെ വാല്യൂ കുറയുന്നതായിരിക്കും. അതുകൊണ്ട് ഞാൻ എഴുതി കറണ്ട് ഡിക്രീസസ് എന്ന്. സോ H = I²RT എന്ന ഇക്വേഷനകത്തെ കറണ്ടിന്റെ വാല്യൂ ഡിക്രീസ് ആവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഹീറ്റിന്റെ വാല്യൂ ഡിക്രീസ് ആവുന്നതായിരിക്കും. സോ നമ്മുടെ ആൻസർ ഹീറ്റ് ഡിക്രീസസ് എന്നാണ്. നാലാമത്തെ ക്വസ്റ്റ്യനും കാണുമ്പോൾ വലിയൊരു ടേബിൾ ഫില്ല് ചെയ്യാനാണ്, പക്ഷേ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ ടേബിൾ ഷോസ് ഡീറ്റെയിൽസ് ഓഫ് ആൻ ഇലക്ട്രിക് ഹീറ്റിംഗ് ഡിവൈസ് ഡിസൈൻ ടു വർക്ക് ഇൻ 230 വോൾട്ട്. 230 വോൾട്ടേജിൽ വർക്ക് ചെയ്യുന്ന ഒരു ഇലക്ട്രിക് ഹീറ്റിംഗ് ഡിവൈസിനെ പറ്റിയുള്ള ടേബിളാണ് കാണിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. കംപ്ലീറ്റ് ദ ടേബിൾ ബൈ കാൽക്കുലേറ്റിംഗ് ദ ചേഞ്ച് ഇൻ ഹീറ്റ് ആൻഡ് പവർ ഓൺ ചേഞ്ചിങ് ദി വോൾട്ടേജ് ആൻഡ് റെസിസ്റ്റൻസ് ഓഫ് ദ ഡിവൈസ്. നിങ്ങൾക്ക് ടേബിൾ കണ്ടാൽ മനസ്സിലാവും. അതിന്റെ ഫസ്റ്റ് റോ അവർ ഓൾറെഡി ഫില്ല് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് ആ ഡിവൈസിന്റെ സ്റ്റാൻഡേർഡ് വർക്കിംഗ് കണ്ടീഷൻസ് ആണ്. അതിന്റെ ഒറിജിനൽ വാല്യൂസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ താഴോട്ടുള്ള 4 റോ നോക്കിയാൽ അവിടെ ഒന്നുകിൽ വോൾട്ടേജിന് അല്ലെങ്കിൽ റെസിസ്റ്റൻസിന് ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. ആ ചേഞ്ച് അനുസരിച്ച് പവറിനും ഹീറ്റിനുമുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ ചേഞ്ചസ് ആണ് അവർ ചോദിക്കുന്നത്. സോ നമുക്ക് ഇത് ഫില്ല് ചെയ്യാനായിട്ട് ഞാൻ ചെയ്യുന്നത് ആ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് റോ ഇവിടെ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. സെക്കൻഡ് റോ മുതൽ നമ്മൾ ഏത് റോ ആണോ വർക്ക്ഔട്ട് ചെയ്യുന്നത് അത് മാത്രം എഴുതുന്ന രീതിയിലാണ്, സ്ഥലം കുറവായതുകൊണ്ട്. കറണ്ടിന്റെയും ഹീറ്റിന്റെയും പവറിന്റെയും ഒക്കെ ഇക്വേഷൻ അവർ ടേബിളിൽ തന്നെ തന്നിട്ടുണ്ട്. ഞാൻ ആ ഇക്വേഷൻസ് ഇങ്ങോട്ട് എടുത്തെഴുതിയിട്ടുണ്ട്. നമുക്കിവിടെ ഓരോ വരിയായിട്ട് ഫില്ല് ചെയ്യാം. സോ ഞാൻ ഫസ്റ്റ് കറണ്ട് കണ്ടുപിടിക്കാൻ I = V/R വിയുടെ സ്ഥാനത്ത് 230 വോൾട്ടും ആറിന്റെ സ്ഥാനത്ത് 115 ഓമും എഴുതിയാൽ എനിക്കിവിടെ കിട്ടും 2 ആംപിയർ ആണ് ഇവിടുത്തെ കറണ്ട് എന്ന്. സോ ഞാനത് ബോക്സിലേക്ക് എഴുതുകയാണ്. 2 ആംപിയർ ആണ് ഇവിടുത്തെ കറണ്ട്. അതുപോലെ ഹീറ്റ് കണ്ടുപിടിക്കാനായിട്ട് വോൾട്ടേജിന്റെ വാല്യൂ 230 വോൾട്ട് ആണ്. കറണ്ടിന്റെ വാല്യൂ ഇപ്പോൾ കണ്ടുപിടിച്ചു 2 ആംപിയർ ആണ്. ടൈം നമുക്ക് തന്നിട്ടുണ്ട് പെർ സെക്കൻഡ്, അതായത് 1 സെക്കൻഡ് ആണ് ഇവിടുത്തെ സമയം. സോ ഇതിൽ നമുക്ക് കിട്ടും 460. ഹീറ്റിന്റെ യൂണിറ്റ് ജൂൾ ആയതുകൊണ്ട് ജൂൾസ് ആണ് ഇവിടുത്തെ ഹീറ്റ്. ഇവിടെ എനിക്ക് എഴുതാം 460 ജൂൾസ് എന്ന്. ഇനി അടുത്ത സ്റ്റെപ്പ് പവർ = H/T ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഹീറ്റിന്റെ വാല്യൂ കണ്ടുപിടിച്ചു 460 ജൂള്. ടൈം എനിക്കറിയാം 1 സെക്കൻഡ് ആണ്.
സോ ഇവിടെ എനിക്ക് കിട്ടും പവർ 460 വാട്ട്സ് ആണെന്ന്. സോ ഞാൻ ഇവിടെ ഫില്ല് ചെയ്തു 460 വാട്ട്സ്. അടുത്തായിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് റീസൺ ഫോർ ചേഞ്ച് ഇൻ പവർ ആണ്. നമുക്കിവിടെ കാണാം ഈ രണ്ട് വരിയും കമ്പയർ ചെയ്യുമ്പോൾ ഒറിജിനൽ കണ്ടീഷനിലേക്കാളും പവർ കുറഞ്ഞിട്ടുണ്ട്. വോൾട്ടേജ് സെയിം ആണ്, പക്ഷേ റെസിസ്റ്റൻസ് ഡബിൾ ആയി, 2 തവണയായി, അപ്പോഴാണ് പവർ കുറഞ്ഞത്. സോ റീസൺ ഇതാണ്, ആർ ഈസ് ഇൻക്രീസ്ഡ് ബൈ 2 ടൈംസ്. സോ ഞാൻ ഇവിടെ എഴുതി ആർ ഈസ് ഇൻക്രീസ്ഡ് ബൈ 2 ടൈംസ്. ഇനി നമുക്ക് മൂന്നാമത്തെ വരി ഫില്ല് ചെയ്യാം. നമുക്ക് ഇവിടെ സ്പീഡിൽ ചെയ്യാം. ഇവിടെ വോൾട്ടേജ് 230 വോൾട്ട് ആണ്, റെസിസ്റ്റൻസ് 230 ഓം ആണ്. സോ എനിക്ക് കിട്ടും 1 I ആയതുകൊണ്ട് ആംപിയർ ആണ് കിട്ടുന്നത്. അതുപോലെ ഹീറ്റ് ജനറേറ്റഡ് കണ്ടുപിടിക്കാനായിട്ട് വിയുടെ സ്ഥാനത്ത് 230 വോൾട്ട്, കറണ്ടിന്റെ സ്ഥാനത്ത് 1 ആംപിയർ, ടൈമിന്റെ സ്ഥാനത്ത് 1 സെക്കൻഡ്. സോ എനിക്ക് ഇവിടെ കിട്ടും 230. ഹീറ്റിന്റെ യൂണിറ്റ് ജൂൾ, 230 ജൂൾ ആണ്. പവർ കണ്ടുപിടിക്കാനായിട്ട് ഹീറ്റ് ബൈ ടൈം ഉപയോഗിക്കും. ഹീറ്റിന്റെ വാല്യൂ 230 ജൂൾ, ടൈം 1 സെക്കൻഡ് ആണ്. സോ ഇവിടുത്തെ പവർ എനിക്ക് കിട്ടും 230 വാട്ട്സ്. ലാസ്റ്റ് ബോക്സിൽ റീസൺ ഫോർ ചേഞ്ച് ഇൻ പവർ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്കറിയാം പവർ പിന്നെയും കുറഞ്ഞിട്ടുണ്ട് ഇവിടെ. സോ നോക്കിയാൽ വോൾട്ടേജ് സെയിം ആണ്, റെസിസ്റ്റൻസ് 4 തവണയായിട്ടുണ്ട്. സോ അതാണ് അതിന്റെ റീസൺ. ആർ ഈസ് ഇൻക്രീസ്ഡ് ബൈ 4 ടൈംസ്. എനിക്ക് ഇവിടെ എഴുതാം ആർ ഈസ് ഇൻക്രീസ്ഡ് ബൈ 4 ടൈംസ്. ഇനി നമ്മൾ നാലാമത്തെ വരിയാണ് ഫില്ല് ചെയ്യാൻ പോകുന്നത്. ഇവിടെ വോൾട്ടേജ് 115 വോൾട്ടും റെസിസ്റ്റൻസ് 57.5 ഓം ആണ് തന്നിട്ടുണ്ട്. സോ കറണ്ട് കണ്ടുപിടിക്കാൻ വിയുടെ സ്ഥാനത്ത് 115 വോൾട്ട്, റെസിസ്റ്ററിന്റെ സ്ഥാനത്ത് 57.5 ഓം ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് കിട്ടും 2 ആംപിയർ ആണ് കറണ്ട് എന്ന്. ഹീറ്റ് കണ്ടുപിടിക്കണം. വോൾട്ടേജ് 115 വോൾട്ട് ഇൻറ്റു കറണ്ട് 2 ആംപിയർ ഇൻറ്റു ടൈം 1 സെക്കൻഡ് എനിക്ക് കിട്ടും 230. ഹീറ്റിന്റെ യൂണിറ്റ് ജൂള്, 230 ജൂൾ എന്ന്. ഈ പവർ കണ്ടുപിടിക്കാനായിട്ട് ഹീറ്റിന്റെ സ്ഥാനത്ത് 230 ജൂൾ ഇടുക, ടൈമിന്റെ സ്ഥാനത്ത് 1 സെക്കൻഡ് ഇടുക. സോ നമുക്ക് കിട്ടും 230 വാട്ട്സ് ആണ് ഇവിടുത്തെ പവർ എന്ന്. ഇത് നമുക്ക് ഈ ടേബിളിലേക്ക് എഴുതാം. ലാസ്റ്റ് റീസൺ ഫോർ പവർ ചേഞ്ച് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ നോക്കിയപ്പോൾ പവർ ഇവിടെ കുറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം, റെസിസ്റ്റൻസിന് മാറ്റമില്ല, പക്ഷേ വോൾട്ടേജ് 230 115, അതായത് വോൾട്ടേജ് പകുതിയായിട്ടുണ്ട്. സോ റീസൺ ഇതാണ്, വി ഡിക്രീസ്ഡ് ബൈ ഹാഫ് ടൈംസ്, അതായത് വോൾട്ടേജ് പകുതിയായിട്ട് കുറഞ്ഞതാണ് ഈ പവർ ചേഞ്ചിന്റെ റീസൺ. സോ ഇനി നമ്മൾ ലാസ്റ്റ് വരിയാണ് ഫില്ല് ചെയ്യാൻ പോകുന്നത്. അഞ്ചാമത്തെ വരി. അവിടെ വോൾട്ടേജ് 460 വോൾട്ടും റെസിസ്റ്റൻസ് 57.5 ഓമും ആണ്. സോ കറണ്ട് കണ്ടുപിടിക്കാൻ 460 വോൾട്ട് ഡിവൈഡഡ് ബൈ 57.5 ഓം ചെയ്യുമ്പോൾ എനിക്ക് കിട്ടും 8 ആംപിയർ ആണ് ഇവിടുത്തെ കറണ്ട് എന്ന്. ഹീറ്റ് കണ്ടുപിടിക്കാനായിട്ട് വോൾട്ടേജ് 460 വോൾട്ട് ഇൻറ്റു കറണ്ട് 8 ആംപിയർ ഇൻറ്റു ടൈം 1 സെക്കൻഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടും 3680. ഹീറ്റിന്റെ യൂണിറ്റ് ജൂൾ ആയതുകൊണ്ട് 3680 ജൂൾസ്. പവർ കണ്ടുപിടിക്കാനായിട്ട് ഹീറ്റിന്റെ സ്ഥാനത്ത് 3680 ജൂൾസ് ഇട്ട് ടൈം 1 സെക്കൻഡും കൊടുത്താൽ നമുക്ക് കിട്ടും പവർ 3680 വാട്ട്സ് ആണെന്ന്. നമുക്കിത് ഫില്ല് ചെയ്യാം. ഇതിനകത്തും റീസൺ ചോദിച്ചിട്ടുണ്ട് പവർ ചേഞ്ച് ചെയ്യാനുള്ളത്. നമുക്ക് നോക്കിയാൽ കാണാം പവർ ഇവിടെ നന്നായിട്ട് കൂടിയിട്ടുണ്ട്. സോ അതിന്റെ റീസൺ എന്താ നോക്കിയാൽ റെസിസ്റ്റൻസ് സെയിം ആണ്, പക്ഷേ വോൾട്ടേജ് ഇരട്ടിയായിട്ടുണ്ട്. റീസൺ അത് തന്നെയാണ്, വി ഈസ് ഇൻക്രീസ്ഡ് ബൈ 2 ടൈംസ്. അത് ഇവിടെ എഴുതുക, വി ഇൻക്രീസ്ഡ് ബൈ 2 ടൈംസ്. ഈ ടേബിൾ മുഴുവൻ ഫില്ല് ചെയ്തതിന് ശേഷം അതിനെ ബേസ് ചെയ്ത് 3 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ എ ക്വസ്റ്റ്യൻ ഇതാണ്, ഹൗ ഡസ് ദി വോൾട്ടേജ് അണ്ടർ വിച്ച് എ ഡിവൈസ് വർക്ക് അഫക്ട്സ് ഇറ്റ്സ് ഫംഗ്ഷനിങ്. ഡിവൈസ് വർക്ക് ചെയ്യുന്ന വോൾട്ടേജ് അതിന്റെ ഫംഗ്ഷനെ ബാധിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കുന്നത്. ഈ ടേബിൾ നോക്കിയാൽ ഇവിടെ രണ്ടിടത്ത് നമ്മൾ വോൾട്ടേജിന് ചേഞ്ച് വരുത്തി. ഒന്ന് വോൾട്ടേജ് കുറച്ച് നോക്കിയപ്പോൾ പവർ കുറയുന്നതായിട്ട് കണ്ടു, വോൾട്ടേജ് കൂട്ടി നോക്കിയപ്പോൾ പവർ കൂടുന്നതായിട്ട് കണ്ടു. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാം, ഞാൻ വിത്തൗട്ട് ചേഞ്ചിങ് റെസിസ്റ്റൻസിന് മാറ്റമില്ലാതെ ഇഫ് വി ഇൻക്രീസ് ദി വോൾട്ടേജ് കൂട്ടുകയാണെങ്കിൽ പവർ പി ഓൾസോ ഇൻക്രീസസ്. ബി ക്വസ്റ്റ്യൻ, വാട്ട് ചേഞ്ച് ഹാപ്പൻസ് ടു പവർ ഓൺ ഇൻക്രീസിംഗ് റെസിസ്റ്റൻസ് വിത്തൗട്ട് ചേഞ്ചിങ് വോൾട്ടേജ്. വോൾട്ടേജിന് മാറ്റമില്ലാതെ റെസിസ്റ്റൻസ് മാറ്റിയാൽ പവറിന് എന്ത് സംഭവിക്കുന്നതാണ് ചോദിക്കുന്നത്. ഈ രണ്ടാമത്തെയും മൂന്നാമത്തെയും വരിയിലാണ് ഞാൻ വോൾട്ടേജിന് മാറ്റമില്ലാതെ റെസിസ്റ്റൻസ് മാറ്റി നോക്കിയത്. സോ നിങ്ങൾക്ക് കാണാം, ഞാൻ റെസിസ്റ്റൻസ് ഇരട്ടിയാക്കിയപ്പോൾ കറണ്ട് കുറയുകയും അതുവഴി പവർ കുറയുകയും ചെയ്തു. അതുപോലെ ഞാൻ റെസിസ്റ്റൻസ് 4 ഇരട്ടിയാക്കിയപ്പോൾ കറണ്ട് വീണ്ടും കുറഞ്ഞു, അതുമൂലം പവർ വീണ്ടും കുറയുന്നതായിട്ട് കാണാൻ സാധിച്ചു. സോ എനിക്ക് ഇതിന്റെ ആൻസർ ആയിട്ട് പറയുകയാണെങ്കിൽ, ആസ് ദി റെസിസ്റ്റൻസ് ഇൻക്രീസസ്, റെസിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് കറണ്ട് ഐ ഡിക്രീസസ്, കറണ്ടിന്റെ വാല്യൂ കുറയുകയും സോ പവർ പി ഓൾസോ ഡിക്രീസസ്, പവറിന്റെ വാല്യൂ കുറയുന്നതായിട്ട് കാണാൻ പറ്റും. സി, വാട്ട് ചേഞ്ച് ഈസ് ടു ബി ബോട്ട് അബൌട്ട് ഇൻ ദി കൺസ്ട്രക്ഷൻ ഓഫ് ഹൗസ് ഹോൾഡ് ഹീറ്റിംഗ് ഡിവൈസ് ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദെയർ പവർ. നമ്മുടെ വീട്ടിലേക്ക് ഒരു ഹീറ്റിംഗ് ഡിവൈസ് ഉണ്ടാക്കുമ്പോൾ അതിന്റെ കൺസ്ട്രക്ഷനിൽ എന്ത് ചേഞ്ച് കൊണ്ടുവന്നാൽ നമുക്ക് പവർ കൂട്ടാം എന്നാണ് ചോദിക്കുന്നത്. നമ്മളിവിടെ കണ്ടു റെസിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് അവിടെ പവർ കുറയുന്നതായിട്ട്. സോ നമുക്ക് പവർ കൂട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, റെസിസ്റ്റൻസിന്റെ വാല്യൂ കുറച്ച് ഈ ഡിവൈസ് നിർമ്മിച്ചാൽ മതി. സോ എനിക്ക് പറയാം അതിന്റെ ആൻസർ, റെഡ്യൂസ് ദി റെസിസ്റ്റൻസ് സോ ദ പവർ വിൽ ഇൻക്രീസ്. അഞ്ചാമത്തെ ചോദ്യം കാണുമ്പോൾ വലിയൊരു ക്വസ്റ്റ്യൻ ആണ്, ഒരു ടേബിൾ ഫില്ല് ചെയ്യാനാണ്. പക്ഷെ അവിടെയും ചെറിയ സ്റ്റെപ്പുകൾ കൊണ്ട്
ഓരോ വരിയായിട്ട് ഫില്ല് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്, കംപ്ലീറ്റ് ദ ടേബിൾ ബേസ്ഡ് ഓൺ ആംബിയറേജ് ഓഫ് ദി ഫ്യൂസ് വയർ. ഫ്യൂസിന്റെ ആംബിയറേജിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിനകത്ത് ഫസ്റ്റ് റോ നമുക്ക് ഓൾറെഡി ഫില്ല് ചെയ്ത് തന്നിട്ടുണ്ട്. സോ സെക്കൻഡ് റോയിൽ നമുക്ക് തന്നിരിക്കുന്നത് AC അല്ലെങ്കിൽ എയർ കണ്ടീഷനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് എല്ലാ കേസിലും വോൾട്ടേജ് തന്നിട്ടുണ്ട്. ഒന്നുകിൽ പവർ അല്ലെങ്കിൽ കറണ്ട് ഓരോ കേസിലും തന്നിരിക്കും. എന്നിട്ട് ചോദിക്കുന്ന ഫ്യൂസ് വയറിന്റെ ആംബിയറേജ് ആണ്. സോ AC-യുടെ കേസിൽ നമുക്ക് കറണ്ട് തന്നിട്ടുണ്ട്. അവർ ക്വസ്റ്റിനകത്ത് തന്നെ കറണ്ടിന്റെ ഇക്വേഷൻ P/V ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പവറിന്റെ ഇക്വേഷൻ V/I എന്നുള്ളത് നമുക്കറിയാം. സോ ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ വെച്ചായിരിക്കും നമ്മൾ ഈ ക്വസ്റ്റ്യൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്. സോ ഇവിടെ നമുക്ക് വോൾട്ടേജും കറണ്ടും തന്നിട്ടുണ്ട്. സോ പവർ ആണ് കണ്ടുപിടിക്കേണ്ടത്. പവർ V/I വോൾട്ടേജ് 230 വോൾട്ടും കറണ്ട് 14.5 ആംപിയറും ഇടുമ്പോൾ നമുക്ക് കിട്ടും 3335. പവറിന്റെ യൂണിറ്റ് വാട്ട്സ്, 3335 വാട്ട്സ് ആണ് ഇവിടുത്തെ പവർ. ഇനി ആംബിയറേജ് കണ്ടുപിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും കറണ്ടിനേക്കാൾ ജസ്റ്റ് കൂടിയിരിക്കണം ആംബിയറേജ് എന്നുള്ളത്. 14.5 ആംപിയർ വന്നുകൊണ്ട് ഞാനിവിടെ ഉപയോഗിക്കുന്ന ഫ്യൂസ് വയർ 15 ആംപിയറിൻ്റെത് ആയിരിക്കും. അടുത്തായിട്ട് വന്നിരിക്കുന്നത് ഒരു TBയുടെ ഡീറ്റെയിൽസ് ആണ്. വോൾട്ടേജ് 230 തന്നിട്ടുണ്ട്, പവർ 57.5 വാട്ട്സ് ആണ് തന്നിട്ടുണ്ട്. കറണ്ട് കണ്ടുപിടിക്കണം. സോ ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. I പവറായ 57.5 വാട്ട്സ് ഡിവൈഡഡ് ബൈ വോൾട്ടേജ് ആയ 230 വോൾട്ട്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 0.25 കറണ്ടിന്റെ യൂണിറ്റ് ആംപിയർ. സോ നമുക്ക് ഇങ്ങോട്ട് എഴുതാം 0.25 ആംപിയർ ആണ് ഇവിടുത്തെ കറണ്ട്. കറണ്ടിനേക്കാൾ ജസ്റ്റ് കൂടിയിരിക്കുന്ന രീതിയിൽ വേണം ഫ്യൂസ് വയർ എടുക്കാൻ. ഇത് ഓൾറെഡി 0.3ക്ക് അടുത്തുണ്ട്. സോ ഞാൻ 0.4 ആംപിയർ ഉള്ള ഫ്യൂസ് വയർ ആയിരിക്കും ഇവിടെ ഉപയോഗിക്കുന്നത്. അടുത്തായിട്ട് ഒരു കമ്പ്യൂട്ടറിന്റെ ഡീറ്റെയിൽസ് ആണ് തന്നിരിക്കുന്നത്. വോൾട്ടേജ് 230 വോൾട്ടും കറണ്ട് തന്നിട്ട് 0.125 ആംപിയർ. സോ എനിക്ക് പവർ കണ്ടുപിടിക്കാനായിട്ട് വോൾട്ടേജ് ആയ 230 വോൾട്ട് ഇൻറ്റു 0.125 ആംപിയർ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടും 28.75. പവറിന്റെ യൂണിറ്റ് വാട്ട്സ് ആണ്. ഇനി ഫ്യൂസ് വയറിന്റെ ആംപിയറേജ് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ 0.125 ആംപിയർ ആണ് ഇവിടുത്തെ കറണ്ട്. സോ അതിനേക്കാൾ ജസ്റ്റ് മുകളിൽ നിൽക്കുന്ന രീതിയിൽ 0.2 ആംപിയറിന്റെ ഫ്യൂസ് വയർ ആയിരിക്കും ഞാൻ ഉപയോഗിക്കുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടായിരുന്നു. ദി ആംപിയറേജ് ഓഫ് ഫ്യൂസ് വയർ യൂസ്ഡ് ഇൻ എ സർക്യൂട്ട് ദാറ്റ് വർക്ക് ഓൺ 230 വോൾട്ട് ഈസ് 2.2 ആംപിയർ. അതായത് 230 വോൾട്ടേജിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസിന്റെ ഫ്യൂസ് വയറിന്റെ ആംപിയറേജ് 2.2 ആംപിയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ ചോദിക്കുന്നത് പവർ കണ്ടുപിടിക്കാനാണ്. സോ ഇവിടെ കറണ്ട് തന്നിട്ടില്ലെങ്കിലും ആംപിയറേജ് തന്നിട്ടുണ്ട്. ആംപിയറേജ് ചൂസ് ചെയ്യുന്നത് കറണ്ടിനേക്കാൾ തൊട്ട് മുകളിൽ നിൽക്കുന്ന വാല്യൂ ആയിട്ടാണ്. സോ എനിക്ക് വേണമെങ്കിൽ കറണ്ട് ഈ റേഞ്ച് ആണെന്ന് പറയാം. സോ ഞാനിത് കറണ്ടായിട്ട് എടുക്കാൻ പോവാണ്. പവറിന്റെ ഇക്വേഷൻ ഉണ്ട് P V/I. ആ ഇക്വേഷനിലേക്ക് ഈ 230 വോൾട്ടേജിനെയും കറണ്ടായിട്ട് ഈ 2.2 ആംപിയറിനെ എടുക്കുകയാണെങ്കിൽ എനിക്ക് കിട്ടും 506 വാട്ട്സിന്റെ റേഞ്ചിലായിരിക്കും പവർ എന്ന്. ടെക്സ്റ്റിനകത്ത് 4 ഓപ്ഷൻ ഉണ്ടായിരുന്നത് മൂന്നാമത്തെ ഓപ്ഷൻ ബിറ്റ്വീൻ 500 വാട്ട്സ് ആൻഡ് 510 വാട്ട്സ് എന്നാണ്. സോ നമുക്ക് പറയാം ഇതിന്റെ പവർ 506ന്റെ റേഞ്ച് എന്ന് പറയുമ്പോൾ അത് 500നും 510നും ഇടയ്ക്കാണ്. സോ ഇതാണ് അതിന്റെ കറക്റ്റ് ആൻസർ. ആറാമത്തെ ചോദ്യം, എ 230 വോൾട്ട് 115 വാട്ട്സ് ഫിലമെന്റ് ലാമ്പ് വർക്ക്സ് ഇൻ എ സർക്യൂട്ട് ഫോർ 10 മിനിറ്റ്സ് എന്നാണ്. സോ അതിന്റെ അർത്ഥം 230 വോൾട്ടേജ് ഉള്ള ഒരു സപ്ലൈയിൽ 115 വാട്ട്സ് പവർ ഉള്ള ഒരു ഫിലമെന്റ് ലാമ്പ് 10 മിനിറ്റ് നേരം വർക്ക് ചെയ്യുന്നതാണ്. സോ നമുക്ക് ക്വസ്റ്റ്യൻ ഈ 3 സാധനത്തിന് വാല്യൂസ് കിട്ടും. അതിനകത്ത് 2 ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദി കറണ്ട് ഫ്ലോയിങ് ത്രൂ ദി ബൾബ്? ഈ ബൾബിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് എത്രയാണെന്നാണ്. സോ കറണ്ട് ഐയുടെ വാല്യൂ കണ്ടുപിടിക്കണം. പവറും വോൾട്ടേജും ഉണ്ടെങ്കിൽ കറണ്ടുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ P V/I എന്നാണ്. ഇവിടെ ഐയുടെ ഇക്വേഷൻ കിട്ടണമെങ്കിൽ ഇവിടെ കിടക്കുന്ന V എനിക്ക് ഇപ്പുറത്ത് കൊണ്ടുവരണം. ഇൻറ്റു ആയതിനാൽ V ഇപ്പുറത്ത് വരുമ്പോൾ ഡിവൈഡ് ആവും. സോ P/V I എന്ന് എനിക്ക് എഴുതാം. സോ ഞാൻ ആ ഇക്വേഷൻ ഇവിടെ എഴുതിയാണ് I P/V. ഇവിടെ പവറിന്റെ വാല്യൂ ആയ 115 വാട്ട്സും വോൾട്ടേജിന്റെ വാല്യൂ ആയ 230 വോൾട്ട് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് പറയാം കറണ്ട് 0.5 ആംപിയർ ആയിരിക്കുമെന്ന്. ബി, ഹൗ മച്ച് ഈസ് ദി ചാർജ് ദാറ്റ് ഫ്ലോസ് ത്രൂ ദി ബൾബ് ഇൻ 10 മിനിറ്റ്സ് എന്നാണ്. അതായത് 10 മിനിറ്റ് നേരം കൊണ്ട് ഈ ബൾബിലൂടെ ഫ്ലോ ചെയ്യുന്ന ചാർജ് എത്രയാണെന്നാണ്. സോ ചാർജ് ക്യൂവിന്റെ വാല്യൂ കണ്ടുപിടിക്കണ്ടേ. നമ്മൾ ചാർജിന് ഒരു ഇക്വേഷനെ പഠിച്ചിട്ടുള്ളൂ, I Q/T. ഇതിൽ നിന്ന് Q കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഡിവൈഡഡ് ബൈ T ഇപ്പുറത്ത് വരുമ്പോൾ ഇൻറ്റു T ആവും. സോ I × T = Q എന്ന് എഴുതാം. ഞാൻ ഇക്വേഷൻ ഇങ്ങോട്ട് എടുത്തെഴുതി Q = I × T. ഇവിടെ T നമുക്ക് തന്നിട്ടുണ്ട് 10 മിനിറ്റ് ആണെന്ന്. പക്ഷേ ടൈം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് സെക്കൻഡിൽ കിട്ടണം. 1 മിനിറ്റ് 60 സെക്കൻഡ് ആയതുകൊണ്ട് തന്നെ 10 മിനിറ്റ് എന്നുള്ളത് 10 × 60 സെക്കൻഡ് എന്ന് വിളിക്കാം. ഇത് 600 സെക്കൻഡ് ആയിരിക്കും. ക്യൂവിൻ്റെ ഇക്വേഷൻ Q = I × T എന്നുള്ളിടത്ത് ഐയുടെ വാല്യൂ ആയ 0.5 ആംപിയറും ടൈമിൻ്റെ വാല്യൂ 600 സെക്കൻഡും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടും 300 ചാർജിൻ്റെ യൂണിറ്റ് കൂളമാണ്. ഏഴാമത്തെ ചോദ്യം, ആൻ ഇലക്ട്രിക് ഹീറ്റർ കണ്ടക്ട്സ് 4 ആംപിയർ വെൻ 60 വോൾട്ട് ഈസ് അപ്ലൈഡ് അക്രോസ് ഇറ്റ്സ് ടെർമിനൽസ്. അതായത് ഒരു ഇലക്ട്രിക് ഹീറ്ററിനകത്തേക്ക് 60 വോൾട്ടേജ് കൊടുക്കുമ്പോൾ 4 ആംപിയർ കറണ്ട് തരുന്നു എന്ന് പറയുന്നു.
എന്നിട്ട് അവർ ചോദിക്കുന്നത് വാട്ട് വിൽ ബി ദ കറണ്ട് ഇഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈഡ് ഈസ് 120 വോൾട്ട്. ഇതേ ഡിവൈസിലേക്ക് 120 വോൾട്ടേജ് കൊടുക്കുകയാണെങ്കിൽ എത്ര കറണ്ട് ഉണ്ടാവും എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ ആ ഹീറ്ററിന് പകരം അയൺ ബോക്സ് ആണെങ്കിൽ രണ്ടും ഹീറ്റിംഗ് ഡിവൈസ് ആണ്. സോ ക്വസ്റ്റിനകത്ത് പറയുന്നത് ഈ ഹീറ്റിംഗ് ഡിവൈസിലേക്ക് 60 വോൾട്ടേജ് കൊടുത്തപ്പോൾ 4 ആംപിയർ കറണ്ട് കിട്ടിയെങ്കിൽ ഞാൻ ഇതിലേക്ക് 120 വോൾട്ടേജ് കൊടുത്താൽ എത്ര ആംപിയർ കറണ്ട് കിട്ടും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ 2 വോൾട്ടേജും 2 കറണ്ടും വന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇതിന് പേര് ഫസ്റ്റ് കേസിൽ V1 എന്നും I1 എന്നും സെക്കൻഡ് കേസിൽ V2 എന്നും I2 എന്നും കൊടുക്കുകയാണ് തിരിച്ചറിയാൻ വേണ്ടി. നമുക്കറിയാം വിയും ഐ എന്നാൽ അതിനെ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഓംസ് അനുസരിച്ച് V = IR ആണ്. വിയും ഐയും അറിയാമെങ്കിൽ R കണ്ടുപിടിക്കാം. Rന്റെ ഇക്വേഷൻ ഈ I ഇപ്പുറത്ത് വരും, ഡിവൈഡ് ആവും. സോ V/I എന്നുള്ളതായിരിക്കും. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരെ മനസ്സിലാക്കേണ്ടത് ഒരു ഡിവൈസിൽ കൊടുക്കുന്ന വോൾട്ടേജും കറണ്ടും നമുക്ക് മാറ്റാൻ പറ്റും. പക്ഷേ ആ ഡിവൈസ് നിർമ്മിച്ചപ്പോൾ അതിനുണ്ടായിരിക്കുന്ന റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധം എന്ന് പറയുന്നത് നമുക്ക് പിന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. റെസിസ്റ്റൻസ് ഈ 2 കേസിലും സെയിം ആയിരിക്കും. സോ ഇവിടുത്തെ റെസിസ്റ്റൻസ് എടുത്ത് അവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ കറണ്ട് കണ്ടുപിടിക്കാം. നമുക്ക് സ്റ്റെപ്പ് ചെയ്യാം. സോ R = V/I എന്നുള്ള ഇക്വേഷൻ ഞാൻ ഫസ്റ്റ് കേസിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. R = V1/I1. ഇവിടെ V1ന്റെ വാല്യൂ 60 വോൾട്ടും I1ന്റെ വാല്യൂ 4 ആംപിയറും ആയതിനാൽ എനിക്ക് കിട്ടും 15 ഓം ആണ് ഇവിടുത്തെ ഈ ഡിവൈസിന്റെ റെസിസ്റ്റൻസ്. ഈ 15 ഡിവൈസിന്റെ റെസിസ്റ്റൻസ് ആണ്, അത് മാറത്തില്ല. ഈ കേസിലും 15 ഓം തന്നെയായിരിക്കും റെസിസ്റ്റൻസ്. ഈ കേസിൽ ഞാൻ ഓംസിലും എഴുതുകയാണെങ്കിൽ എനിക്ക് പറയാം V2 = I2 × R. V = IRന്റെ അടുത്ത് 2 കൂടി ഇട്ടു. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതിന് I2 കിട്ടണമെങ്കിൽ Rനെ ഇപ്പുറത്ത് കൊണ്ടുവരണം. × R ഇവിടെ വരുമ്പോൾ /R ആവും. V2/R ആണ് എന്ത് I2ന്റെ ഇക്വേഷൻ. സോ എനിക്ക് V2ന് പകരം 120 വോൾട്ടും Rന് പകരം 15 ഓമും എഴുതിയാൽ കറണ്ടിന്റെ വാല്യൂ കിട്ടും 8 യൂണിറ്റ് ആംപിയർ. സോ ഇതാണ് അതിന്റെ ആൻസർ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ റെസിസ്റ്ററുകളെ പറ്റിയുള്ളതാണ്. അതുകൊണ്ട് ഞാൻ റെസിസ്റ്റേഴ്സിനെ പറ്റിയുള്ള ഇക്വേഷൻസ് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. സോ ക്വസ്റ്റ്യൻ ഇതാണ്: 3 റെസിസ്റ്റേഴ്സ് ഓഫ് 2 ohm, 3 ohm and 6 ohm ആർ ഗിവൺ ഇൻ എ ക്ലാസ്. ഒരു ക്ലാസ്സിലേക്ക് 2 ഓമിന്റെയും 3 ഓമിന്റെയും 6 ഓമിന്റെയും റെസിസ്റ്ററുകൾ കൊടുത്തുവിട്ടു. എന്നിട്ട് അതിനകത്ത് 3 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ ഹയസ്റ്റ് റെസിസ്റ്റൻസ് ദാറ്റ് യു ക്യാൻ ഒബ്റ്റെയിൻ ഫ്രം ദിസ്? ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്ന ഹയസ്റ്റ് റെസിസ്റ്റൻസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹയസ്റ്റ് റെസിസ്റ്റൻസ് കിട്ടണമെങ്കിൽ നമ്മൾ ഈ 3നെയും സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം. സോ എൻ്റെ ആൻസർ ഇതാണ്, ഇതുപോലെ കണക്ട് ചെയ്യണം. നമുക്കിവിടെ എത്ര റെസിസ്റ്റൻസ് കിട്ടുമെന്ന് നോക്കാം. സീരീസ് കണക്ഷനകത്ത് ടോട്ടൽ റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. R = R1 + R2 + അങ്ങനെ നമുക്ക് എത്ര റെസിസ്റ്റൻസ് ഉണ്ടോ അതെല്ലാം എടുത്ത് ആഡ് ചെയ്യണം. ഇവിടെ 3 ആയതുകൊണ്ട് ഞാൻ എഴുതി R1 + R2 + R3. അതിന് മുന്നേ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 + 3 + 6 എന്ന രീതിയിൽ എനിക്ക് 11 ഓം കിട്ടും. ഇതാണ് ഈ കോമ്പിനേഷൻ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും ഹയസ്റ്റ് റെസിസ്റ്റൻസ്. ബി എന്ന് പറഞ്ഞ് ചോദിച്ചിരിക്കുന്ന രണ്ടാമത്തെ ചോദ്യം: വാട്ട് ഈസ് ദി ലീസ്റ്റ് റെസിസ്റ്റൻസ് ദാറ്റ് യു ക്യാൻ ഗെറ്റ് ഫ്രം ഓൾ ഓഫ് ദിസ്? ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും ലീസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ചെറിയ റെസിസ്റ്റൻസ് എത്രയാണെന്ന് ചോദിക്കുന്നത്. അതിന്റെ ആൻസർ പാരലൽ കണക്ഷനിലാണ് നമുക്ക് ഒരു കോമ്പിനേഷന്റെ ഏറ്റവും മിനിമം റെസിസ്റ്റൻസ് കിട്ടുന്നത്. അതായത് ഈ 3 റെസിസ്റ്ററിനെയും പാരലായിട്ട് കണക്ട് ചെയ്യണം. അതിന്റെ 2 അറ്റങ്ങളും ഒരുമിച്ച് പിരിച്ച് ഒരു കണക്ഷനിലേക്ക് കൊടുക്കുമ്പോൾ പാരലൽ കണക്ഷനായി. പാരലൽ കണക്ഷനകത്ത് ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 1/R = 1/R1 + 1/R2 ആണ്. അപ്പോൾ നമുക്ക് എത്ര റെസിസ്റ്റൻസ് ഉണ്ടോ അതിങ്ങനെ എഴുതി പോകാം. സോ ഇവിടെ 3 ആയതുകൊണ്ട് 1/R1 + 1/R2 + 1/R3 എന്ന് എഴുതി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1/2 + 1/3 + 1/6 എന്ന് കിട്ടും. ഇത് ഫ്രാക്ഷൻ ആയതുകൊണ്ട് ഇത് സോൾവ് ചെയ്യാനായിട്ട് ഞാൻ LCM എടുക്കേണ്ടി വരും. LCM 6 എന്ന് കിട്ടും. സോ 1/2 3/6 ആവും, ഇത് 2/6 ആവും, ഇത് 1/6 ആവും. ഇത് ചെയ്യുമ്പോൾ എനിക്ക് 6/6 വരും, അതായത് 1. ശ്രദ്ധിക്കുക, ഇവിടെ 1/Rന്റെ വാല്യൂ 1 എന്ന് കിട്ടിയാൽ ഇതിൽ നിന്ന് R കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ തിരിച്ചിടണം. ഇവിടെ 1 ആയതുകൊണ്ട് ഇത് തിരിച്ചിടുമ്പോഴും എനിക്ക് R = 1 ഓം എന്ന് തന്നെ കിട്ടും. സോ ഈ ക്വസ്റ്റ്യന്റെ ലീസ്റ്റ് റെസിസ്റ്റൻസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 1 ഓം ആണ് ആൻസർ. സി എന്ന് പറഞ്ഞ് ചോദിച്ചിരിക്കുന്ന മൂന്നാമത്തെ ചോദ്യം: ക്യാൻ യു മേക്ക് എ റെസിസ്റ്റൻസ് ഓഫ് 4.5 ഫ്രം ദിസ് ഡ്രോ ദ സർക്യൂട്ട്? ഇതിൽ നിന്ന് നിങ്ങൾക്ക് 4.5 ഓമിന്റെ റെസിസ്റ്റൻസ് ഉണ്ടാക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ആ സർക്യൂട്ട് വരയ്ക്കാനാണ്. സോ നിങ്ങളുടെ ആൻസർ ഈ സർക്യൂട്ട് ആണ്. ഈ സർക്യൂട്ട് വരച്ചാൽ ആൻസർ കംപ്ലീറ്റ് ആയി. പക്ഷേ ഇത് എങ്ങനെ വന്നു നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമുക്കിത് കണ്ടാൽ അറിയാം, ഈ 2 റെസിസ്റ്ററും പാരലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ 2 റെസിസ്റ്റർ പാരലൽ ആയിരിക്കുമ്പോൾ നമുക്കൊരു ട്രിക്ക് ഇക്വേഷൻ ഉണ്ട് ഡയറക്റ്റ് R കണ്ടുപിടിക്കാൻ. R = R1 R2/R1 + R2 എന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. സോ ഞാൻ R = R1 R2/R1 + R2 എഴുതി. ഇവിടെ R1ന്റെ സ്ഥാനത്ത് 2ഉം R2ന്റെ സ്ഥാനത്ത് 6 ഇടുകയാണെങ്കിൽ 2 × 6/2 + 6 എന്ന് എഴുതാം. ഇത് 12/8 ആണ്. ഇത് ചെയ്യുമ്പോൾ എനിക്ക് 1.5 എന്ന് കിട്ടും. സോ ഇതിന്റെ ഇത്രയും പോർഷന്റെ റെസിസ്റ്റൻസ് എത്രയെന്ന് വെച്ചാൽ 1.5 ഓം ആയിരിക്കും. ആ ഒരു പോർഷൻ ഈ 3 ഓം റെസിസ്റ്ററിന് സീരീസ് ആയിട്ടാണ് ഇരിക്കുന്നത്. സോ എനിക്ക് പറയാം ഇവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് ഈ 1.5ഉം ഈ 3 ഓമും കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും. സോ 4.5 ഓം ആണ് ഈ സർക്യൂട്ടിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ്. 9ാമത്തെ ചോദ്യവും റെസിസ്റ്ററുകളെ പറ്റിയുള്ളതാണ്. അതുകൊണ്ട് ഞാൻ റെസിസ്റ്റേഴ്സിന്റെ ഇക്വേഷൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ചോദ്യം ഇതാണ്: എ ഗേൾ ഹാസ് മെനി റെസിസ്റ്റേഴ്സ് ഓഫ് 2 ohm each. ഒരു പെൺകുട്ടിയുടെ കയ്യിൽ കുറേ 2 ഓമിന്റെ റെസിസ്റ്ററുകളുണ്ട്. ഷീ നീഡ് എ സർക്യൂട്ട് ഓഫ് 9 ohm റെസിസ്റ്റൻസ്. അവൾക്ക് 9 ഓമിന്റെ റെസിസ്റ്റൻസ് ഉള്ള ഒരു സർക്യൂട്ടാണ് ആവശ്യം. ഫോർ ദിസ് ഡ്രോ എ സർക്യൂട്ട് വിത്ത് മിനിമം നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ്.
സോ മിനിമം റെസിസ്റ്ററുകൾ ഉപയോഗിച്ച് നമ്മൾ ഈ 9 ഓമിന്റെ സർക്യൂട്ട് ഉണ്ടാക്കി കാണിക്കാനാണ് പറയുന്നത്. ഇതാണ് ഇതിന്റെ ആൻസർ. ഈ കോമ്പിനേഷൻ പോലെ 6 2 ഓം റെസിസ്റ്റർ ഉപയോഗിച്ച് എനിക്ക് 9 ഓം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സോ ഈ പടം വരച്ച നിങ്ങളുടെ ആൻസർ ആയി. ഇനി ഇത് എങ്ങനെ വന്നു എന്ന് അറിഞ്ഞിരിക്കണം. ഈ 4 2 ഓം റെസിസ്റ്ററും സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ടോട്ടൽ റെസിസ്റ്റൻസ് R = R1 + R2 + R3 + R4. സോ എനിക്ക് കിട്ടും 2 4 6 8 ഓംസ് ആയിരിക്കും ഇത്രയും ഭാഗത്തിന്റെ റെസിസ്റ്റൻസ് എന്നുള്ളത്. ഈ ഒരു പോർഷൻ കണ്ടാൽ മനസ്സിലാവും. ഈ 2 ഓമിന്റെ 2 റെസിസ്റ്ററും പാരലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. 2 റെസിസ്റ്റർ പാരൽ ആണെങ്കിൽ എനിക്ക് ഈ ട്രിക്ക് ഇക്വേഷൻ ഈസി ആയിട്ട് ഉപയോഗിക്കാം. സോ R = R1 R2 / R1 + R2. അവിടെ 2 എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 × 2 / 2 + 2 എന്ന് കിട്ടും. സോ എനിക്ക് കിട്ടും 4 / 4, അതായത് 1 ഓം. സോ ഈ ഒരു പോർഷന്റെ റെസിസ്റ്റൻസ് 1 ഓം ആണ്. ഈ ഒരു പോർഷന്റെ റെസിസ്റ്റൻസ് 8 ഓം ആണ്. ഇത് രണ്ടും സീരീസ് ആയതുകൊണ്ട് ടോട്ടൽ റെസിസ്റ്റൻസ് ഈ 8 ഓമും 1 ഓമും കൂടെ കൂട്ടുമ്പോൾ എനിക്ക് 9 ഓം എന്ന് കിട്ടുന്നതായിരിക്കും. 10ാമത്തെ ചോദ്യം, ഇഫ് എ ബൾബ് ഈസ് ലിറ്റ് ആഫ്റ്റർ റീജോയിനിങ് ദ പാർട്സ് ഓഫ് എ ബ്രോക്കൺ ഫിലമെന്റ്, വാട്ട് ചേഞ്ച് വിൽ ഒക്കർ ഇൻ ദ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് ഫ്രം ദി ലാമ്പ്? ഒരു ബൾബിന്റെ ഫിലമെന്റ് പൊട്ടിയത് ഞാൻ റീജോയിൻ ചെയ്ത് കത്തിക്കുകയാണെങ്കിൽ അവിടെ വെളിച്ചത്തിന് അല്ലെങ്കിൽ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റിന് എന്ത് സംഭവിക്കുമെന്നാണ്. ഞാൻ ഒരേ നീളമുള്ള 2 വയറുകൾ എടുത്തു. ജസ്റ്റ് ഒന്ന് കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ ഒരു വയർ ഞാൻ പൊട്ടിച്ചതിന് ശേഷം ഞാനത് റീജോയിൻ ചെയ്യാൻ പോവാണ്. അത് പിരിച്ചു വെച്ചോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് റീജോയിൻ ചെയ്യാം. പൊട്ടിയ വയർ റീജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകും ഒറിജിനൽ വയറിനേക്കാളും എന്തായാലും റീജോയിൻ ചെയ്ത വയറിന് ലെങ്ത് അഥവാ നീളം കുറവായിരിക്കും. സോ ലെങ്ത് കുറയുന്നത് കാരണം ഈ വയറിന്റെ റെസിസ്റ്റൻസ് കുറയുന്നതായിരിക്കും. നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത്. ലെങ്ത് കുറയുമ്പോൾ റെസിസ്റ്റൻസ് കുറയുന്നതായിരിക്കും. സോ റെസിസ്റ്റൻസ് ഡിക്രീസസ്. ഒരു വയറിന്റെ റെസിസ്റ്റൻസ് കുറയുകയാണെങ്കിൽ അതിൽ കൂടി കൂടുതൽ കറണ്ട് ഫ്ലോ ചെയ്യും. സോ എനിക്ക് പറയാം ഇഫ് റെസിസ്റ്റൻസ് ഡിക്രീസ് കറണ്ട് I ഇൻക്രീസ്. കറണ്ട് കൂടിക്കഴിഞ്ഞാൽ അവിടെ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് ഇൻക്രീസ് ചെയ്യുന്നതായിരിക്കും. കൂടുതൽ ചോദ്യം ഉണ്ടായിരുന്നു വാട്ട് ഹാപ്പൻസ് ടു ദി പവർ? പവറിന് എന്ത് സംഭവിക്കുന്നു? നമ്മൾ പഠിച്ചതാണ് പവർ = V × I. ഇവിടെ I എന്ന് പറയുന്ന കറണ്ട് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പവർ ഇൻക്രീസ് ചെയ്യുന്നതായിരിക്കും. 11ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ഇൻഡിക്കേറ്റ് ദ പവർ ഓഫ് എ സർക്യൂട്ട്? ഒരു സർക്യൂട്ടിന്റെ പവറിനെ ഇൻഡിക്കേറ്റ് ചെയ്യാത്തത് ഏതാണെന്നാണ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പവറിന് ഇത്രയും ഇക്വേഷൻസ് ആണ് പഠിച്ചിരിക്കുന്നത്. സോ ഒന്നാമത്തെ ഇക്വേഷൻ I² R നമ്മൾ പഠിച്ചതാണ്. രണ്ടാമത്തെ V × I നമ്മൾ പഠിച്ചതാണ്. നാലാമത്തെ V² R നമ്മൾ പഠിച്ചതാണ്. ഈ C എന്ന് പറയുന്ന ഓപ്ഷൻ പവർ = I × R² എന്നൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടില്ല. സോ ഇതിന്റെ ആൻസർ ഇതാണ്. ഇതിനകത്ത് പവറിനെ ഇൻഡിക്കേറ്റ് ചെയ്യാത്ത ഇക്വേഷൻ. 12ാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ മച്ച് ഈസ് ദ പവർ ഓഫ് എ 220 വോൾട്ട് 100 വാട്ട്സ് ബൾബ് വർക്കിംഗ് അറ്റ് 110 വോൾട്ട് എന്നാണ്. ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ മുമ്പ് ചെയ്തതാണ്. ഇതിനകത്ത് അവർ പറയുന്നത് 220 വോൾട്ടേജിൽ ഈ ബൾബ് 100 വാട്ട്സ് ആണ് എടുക്കുന്നതെങ്കിൽ 110 വോൾട്ടേജിൽ ഈ ബൾബ് എത്ര വാട്ട്സ് പവർ എടുക്കും എന്നാണ്. സോ മുമ്പേ നമ്മൾ പറഞ്ഞാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇതിനകത്ത് ചേഞ്ച് വരാത്ത ഒരു ക്വാണ്ടിറ്റി റെസിസ്റ്റൻസ് ആണ്. ഇതുകൊണ്ട് പ്രാവശ്യം ഒരു ബൾബ് ഉണ്ടാക്കിയാൽ അതിന്റെ റെസിസ്റ്റൻസ് പിന്നെ മാറില്ല. ഈ കേസിൽ ഞാൻ ആദ്യം റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം, ആറിന്റെ വാല്യൂ. അതിനു മുൻപ് ഇവിടെ 2 വോൾട്ടേജും 2 പവറും ഉള്ളതുകൊണ്ട് ഞാൻ ഫസ്റ്റ് കേസിലെ വോൾട്ടേജിനെ V1 എന്നും പവറിനെ P1 എന്നും വിളിച്ചു. സെക്കൻഡ് കേസിലെ വോൾട്ടേജിനെ V2 എന്നും പവറിനെ P2 എന്നും വിളിച്ചു. തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സോ നമുക്ക് വോൾട്ടേജിനെയും പവറിനെയും റെസിസ്റ്റൻസുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ വേണം. P = V² R. ഇതിൽ R കണ്ടുപിടിക്കണമെങ്കിൽ R ഇപ്പുറത്ത് പോകുമ്പോൾ ഈ ഡിവൈഡഡ് ബൈ R ഇൻറ്റു ആവും. അതുപോലെ ഇവിടെ കിടക്കുന്ന P അപ്പുറത്ത് പോകുമ്പോൾ ഡിവൈഡ് ആവും. സോ R = V² P എന്ന് എനിക്ക് എഴുതാം. ഇതാണ് എനിക്ക് R കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഈ കേസിൽ വോൾട്ടേജ് V1 ഉം പവർ P1 ഉം ആയതുകൊണ്ട് ഞാൻ അങ്ങനെ എഴുതുകയാണ്. സോ V1 സ്ക്വയർ അതായത് 220 സ്ക്വയറും P1 എന്ന് പറഞ്ഞാൽ അതിനെ ഡിവൈഡഡ് ബൈ 100 ചെയ്യുമ്പോൾ എനിക്ക് കിട്ടും 220 × 220 ഡിവൈഡഡ് ബൈ 100 484. കിട്ടിയത് റെസിസ്റ്റൻസ് ആയതുകൊണ്ട് യൂണിറ്റ് ഓം ആയിരിക്കും. സോ ഈ ബൾബിന്റെ റെസിസ്റ്റൻസ് എനിക്ക് കിട്ടി 484 ഓം. അത് ഏത് കേസിലാണെങ്കിലും അത് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയ ബൾബിന്റെ റെസിസ്റ്റൻസ് പിന്നെ മാറ്റാൻ സാധിക്കില്ല. സോ ഈ കേസിലെ റെസിസ്റ്റൻസും 484. സോ എനിക്ക് വോൾട്ടേജിനെയും പവറിനെയും റെസിസ്റ്റൻസിനെയും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ സെയിം തന്നെയാണ്. P = V² R. ഈ കേസിൽ പവർ P2 ആണ്, വോൾട്ടേജ് V2 ആയതുകൊണ്ട് ഇങ്ങനെ എഴുതും. സോ V2ന്റെ സ്ഥാനത്ത് 110ന്റെ സ്ക്വയർ എടുക്കണം. അതുപോലെ റെസിസ്റ്ററിന്റെ സ്ഥാനത്ത് 484 ഓംസ് ഇടും. സോ എനിക്ക് 110 × 110 ഡിവൈഡഡ് ബൈ 484 എന്ന് കിട്ടും. ഇതിന്റെ ആൻസർ 25 എന്ന് കിട്ടും. പവർ ആയതുകൊണ്ട് യൂണിറ്റ് വാട്ട്സ് ആയിരിക്കും. ഓപ്ഷൻ ഡി ആണ് 25 വാട്ട്സ്. അതാണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ. 13ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഷുഡ് ബി കണക്റ്റഡ് ഇൻ പാരലൽ ടു എ സർക്യൂട്ട്? താഴെ പറഞ്ഞാൽ ഏതാണ് ഒരു സർക്യൂട്ടിൽ പാരലായിട്ട് കണക്ട് ചെയ്യേണ്ടതാണ്? ഓപ്ഷൻസ് വോൾട്ട് മീറ്റർ, അമ്മീറ്റർ, ഗാൽവനോമീറ്റർ എന്നാണ്. സോ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വോൾട്ട് മീറ്റർ ഒരു സർക്യൂട്ടിൽ പാരലായിട്ടും
അമ്മീറ്ററും ഗാൽവനോമീറ്ററും ഒരു സർക്യൂട്ടിൽ സീരീസ് ആയിട്ടുമായിരിക്കും കണക്ട് ചെയ്യുന്നത്. സോ ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ ആയിരിക്കും, വോൾട്ട് മീറ്റർ. അതാണ് ഒരു സർക്യൂട്ടിൽ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യേണ്ടത്. 14ാമത്തെ ചോദ്യം, when a 12 volt battery is connected to a resistor, 2.5 milliampere current flow through the circuit. What is the resistance of the resistor? ഒരു റെസിസ്റ്ററിലേക്ക് 12 വോൾട്ടേജ് കൊടുത്തപ്പോൾ അവിടെ 2.5 മില്ലി ആംപിയർ കറണ്ട് ഫ്ലോ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആ റെസിസ്റ്ററിന്റെ റെസിസ്റ്റൻസ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. V = IR എന്നുള്ള ഇക്വേഷൻ വെച്ച് എഴുതാം. നിങ്ങൾക്ക് ആകെ തെറ്റാൻ ചാൻസ് ഉള്ളത് ഇവിടെ മില്ലി ആംപിയർ എന്നാണ് കിടക്കുന്നത്. മില്ലി എന്ന് കിടക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം 2.5 ഇൻറ്റു 10⁻³ എന്നാണ്. മില്ലി കിടക്കുന്നിടത്ത് 10⁻³ എഴുതിയാൽ മതി, വേറെ ഒരു സ്റ്റെപ്പും ഇല്ല. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഓംസ് ലോ ആണ്. ഓംസ് ലോ അനുസരിച്ച് V = IR. ഇവിടെ R ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ I ഇപ്പുറത്ത് വരുമ്പോൾ എനിക്ക് V/I = R എന്ന് എഴുതാം. ആ ഇക്വേഷൻ ഇങ്ങോട്ട് എഴുതി. വിയുടെ വാല്യൂ 12 വോൾട്ട് എന്നും ഐയുടെ വാല്യൂ 2.5 മില്ലിക്ക് പകരം 10⁻³ ആംപിയർ എന്ന് എഴുതി. ഇതിനെ എനിക്ക് ഈ 10⁻³ മേളിൽ പോകുമ്പോൾ 10⁻³ ആവും. സോ 12 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ 2.5 എന്ന് കിട്ടും. ഇത് ചെയ്യുമ്പോൾ എനിക്ക് 4.8 ഇൻറ്റു 10⁻³ ഓം എന്ന് കിട്ടും. ഇത് 4800 ഓം ആണ്. സോ ഇതാണ് ഇതിന്റെ ആൻസർ. 15ാമത്തെ ചോദ്യം, if 0.2 ohm, 0.3 ohm, 0.4 ohm, 0.5 ohm and 12 ohm resistors are connected in parallel to a 9 volt battery, what is the current through 12 ohm resistor എന്നാണ്. സോ ചോദ്യം ഇതാണ്, 0.2 ohm, 0.3 ohm, 0.4 ohm, 0.5 ohm, 12 ohm എന്നീ വാല്യൂസ് ഉള്ള റെസിസ്റ്ററുകൾ പാരലാക്കി, അതായത് രണ്ട് സൈഡ് ഒരുമിച്ച് കണക്ട് ചെയ്ത് ഒരു 9 വോൾട്ട് ബാറ്ററിയിലേക്ക് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഈ 12 ഓമിന്റെ റെസിസ്റ്ററിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് എത്രയെന്നാണ്. നമുക്ക് ചോദ്യത്തിൽ വോൾട്ടേജ് V തന്നിട്ടുണ്ട്, 9 വോൾട്ട് ആണ്. റെസിസ്റ്റൻസ് R തന്നിട്ടുണ്ട്, 12 ഓം ആണ്. ഇതിനെ മൂന്നിനെ റിലേറ്റ് നമ്മൾ പഠിച്ച ഇക്വേഷൻ ഓംസ് ലോ ആണ്. V = IR. അതിൽ നിന്ന് എനിക്ക് I ഇക്വേഷൻ വേണമെങ്കിൽ ഞാൻ ചെയ്യുന്നത് ഇൻറ്റു ആയി കിടക്കുന്ന R ഡിവൈഡ് ആക്കി അപ്പുറത്ത് കൊണ്ടും. സോ V/R. ഇവിടെ എല്ലാവർക്കും വരുന്നൊരു സംശയം, ഇവിടുത്തെ 12 ഓം റെസിസ്റ്ററിനകത്തുള്ള വോൾട്ടേജ് എത്രയാണെന്നാണ്. നിങ്ങൾ ഓർക്കുക, കഴിഞ്ഞ വീഡിയോ നമ്മൾ പഠിച്ചതാണ്, ഏത് റെസിസ്റ്റർ എടുത്താലും പാരലൽ കണക്ഷനകത്ത് വോൾട്ടേജ് സെയിം ആയിരിക്കും. സോ ഇവിടെ ഇതെടുത്താലും ഇതിൽ ഏതെടുത്താലും അവിടെ കിട്ടുന്ന വോൾട്ടേജ് 9 വോൾട്ട് തന്നെ ആയിരിക്കും. സോ ഈ 12 ഓം റെസിസ്റ്ററിന് കിട്ടുന്ന വോൾട്ടേജ് 9 വോൾട്ട് ആയിരിക്കും. റെസിസ്റ്ററിന്റെ വാല്യൂ 12 ഓം ആണ്. ഡിവൈഡ് ചെയ്യുമ്പോൾ 0.75 എന്ന് കിട്ടും. കറണ്ട് ആയതുകൊണ്ട് യൂണിറ്റ് ആംപിയർ. സോ ഈ 12 ഓം റെസിസ്റ്ററിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് 0.75 ആംപിയർ. 16ാമത്തെ ചോദ്യം റെസിസ്റ്ററുകളെ പറ്റിയുള്ളതാണ്. സോ ഞാൻ റെസിസ്റ്ററിന്റെ ഇക്വേഷൻ മൊത്തം എടുത്തിട്ടുണ്ട്. ചോദ്യം ഇതാണ്, ഹൗ മെനി റെസിസ്റ്റർ ഓഫ് 176 ഓം ഷുഡ് ബി കണക്റ്റഡ് ഇൻ പാരലൽ ടു ഗെറ്റ് 5 ആംപിയർ ഫ്രം 220 വോൾട്ടേജ് സപ്ലൈ. എന്ന് പറഞ്ഞാൽ 176 ഓമിന്റെ എത്ര റെസിസ്റ്റർ പാരലൽ ആയിട്ട് കണക്ട് ചെയ്താലാണ് 220 വോൾട്ടേജ് സപ്ലൈയിൽ നിന്ന് 5 ആംപിയർ കറണ്ട് കിട്ടുന്നതാണ് ചോദ്യം. സോ ഞാൻ അതിന് ഒരു റഫ് ഫിഗർ വരച്ചിട്ടുണ്ട്. ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത്, ഒരു 220 വോൾട്ടേജ് സപ്ലൈയിൽ നിന്ന് 5 ആംപിയർ കറണ്ട് കിട്ടണമെങ്കിൽ ഈ സർക്യൂട്ടിലെ ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ്. സോ ആറിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. വിയും ഐയും അറിയെങ്കിൽ ആറിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഞാൻ ഓംസ് ലോ ആണ് ഉപയോഗിക്കുന്നത്. ഇതിൽ ആറിന്റെ ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഐയെ ഇപ്പുറത്ത് കൊണ്ടുവരണം, ഇൻറ്റു ഐ ഇപ്പുറത്ത് വരുമ്പോൾ ഡിവൈഡ് ആവും. സോ V/I ആണ് R എന്നുള്ളത്. സോ ആറിന്റെ വാല്യൂ V ആയ 220യും I ആയ 5ഉം ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടും 44 ഓംസ്. എന്ന് പറഞ്ഞാൽ ഈ സർക്യൂട്ടിന്റെ മുഴുവൻ റെസിസ്റ്റൻസും 44 ആണെങ്കിൽ ഈ 220 വോൾട്ടേജ് സപ്ലൈയിൽ നിന്ന് ഇതിലേക്ക് 5 ആംപിയർ കറണ്ട് ഫ്ലോ ചെയ്യും. ഇക്വേഷൻ പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ട്രിക്ക് ഉണ്ട്. പാരലായിട്ട് കണക്ട് ചെയ്യുന്ന റെസിസ്റ്റർ എല്ലാം ഒരേ വാല്യൂ ഉള്ളതാണെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് കാണണമെങ്കിൽ നമുക്ക് R1/N എന്ന് എഴുതിയാൽ മതി എന്ന്. സോ ആ ഇക്വേഷൻ ഞാൻ ഇങ്ങോട്ട് എഴുതുവാണ്. R = R1/N. R എന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടുന്ന കോമ്പിനേഷന്റെ ടോട്ടൽ റെസിസ്റ്റൻസും, R1 എന്ന് പറഞ്ഞാൽ ഈ ഇൻഡിവിജ്വൽ ആയിട്ട് കണക്ട് ചെയ്ത റെസിസ്റ്ററിന്റെ വാല്യൂവും, N എന്ന് പറഞ്ഞാൽ എത്ര ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ് കണക്ട് ചെയ്തു എന്നുള്ളതാണ്. സോ R ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, 44 ഓം ആണ്. R1 എന്ന് പറഞ്ഞാൽ ഇവിടെ 176 ആണ്. N നമുക്കറിയില്ല. സോ ഞാൻ ഈ N-നെ ഇപ്പുറത്തോട്ടും ഈ 44നെ അപ്പുറത്തോട്ടും കൊണ്ടുപോകും. N = 176 ഡിവൈഡഡ് ബൈ 44 എന്ന് കിട്ടും. ഇതിന്റെ ആൻസർ എനിക്ക് കിട്ടും 4 എന്നാണ് N-ന്റെ വാല്യൂ. 17ാമത്തെ ചോദ്യം റെസിസ്റ്ററുകളെ പറ്റിയുള്ളതാണ്. സോ ഞാൻ റെസിസ്റ്ററിന്റെ ഇക്വേഷൻസ് എനിക്കറിയാവുന്നില്ല എടുത്തു വെച്ചിട്ടുണ്ട്. സോ ചോദ്യം ഇതാണ്, ഡെപിക്റ്റ് എ സർക്യൂട്ട് ഷോയിങ് അറേഞ്ച്മെന്റ് ഓഫ് 3 റെസിസ്റ്റേഴ്സ് ഇൻ എ സർക്യൂട്ട് ടു ഗെറ്റ് ആൻ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് 9 ഓം ആൻഡ് 4 ഓം. നമുക്ക് 6 ഓംസിന്റെ 3 റെസിസ്റ്റർ വെച്ചിട്ട് 9 ഓമും ഉണ്ടാക്കാൻ പറ്റും, 4 ഓംസും ഉണ്ടാക്കാൻ പറ്റും. സോ ഈ പടം വരച്ച നിങ്ങളുടെ ആൻസർ ആയി. ഇനി ഇത് എങ്ങനെ വന്നു എന്ന് നോക്കാം. ഇവിടെ ഈ 2 റെസിസ്റ്ററും പാരലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. നമുക്കിപ്പോൾ ഇത്രയും ഭാഗത്തെ റെസിസ്റ്റൻസ് എന്താണെന്ന് ചോദിച്ചാൽ 2 റെസിസ്റ്റർ പാരലൽ വന്നാൽ ഈ ട്രിക്ക് ഉപയോഗിക്കാം. സോ ഇവിടുത്തെ R = R1R2 R1 + R2 എന്ന് എനിക്ക് എഴുതാം. ആറിന്റെ വാല്യൂ 6 ആയതിനാൽ 6 × 6/6 + 6 എന്ന് കിട്ടും. അതായത് 36/12 3 ഓംസ്.
ഇത്രയും പോർഷന്റെ റെസിസ്റ്റൻസ് എത്രയാണെന്ന് ചോദിച്ചാൽ അത് 3 ഓം ആണ്. ഈ സ്റ്റാർട്ടിംഗ് പോർഷന്റെ റെസിസ്റ്റൻസ് എത്രയാണെന്ന് വെച്ചാൽ 6 ഓം ആണ്. ഇത് രണ്ടും സീരീസ് ആയതുകൊണ്ട് ഇത് ആഡ് ചെയ്യുമ്പോൾ എനിക്ക് ടോട്ടൽ റെസിസ്റ്റൻസ് 9 ഓം എന്ന് കിട്ടുന്നതായിരിക്കും. ഇത് രണ്ടും സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ അതിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് കാണാൻ ഇത് രണ്ടും ആഡ് ചെയ്താൽ മതി. അതായത് 6 + 6 = 12 ഓം. ഈ 12 ഓമിന്റെ റെസിസ്റ്റൻസും ഈ 6 ഓമും പാരലൽ ആണ്. സോ രണ്ട് റെസിസ്റ്റർ പാരലൽ ആകുമ്പോൾ എനിക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. R1 R2 / R1 + R2. അതിലേക്ക് ഞാൻ ഈ 12 6ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. 12 × 6 / 12 + 6 എന്ന് വരും. അതായത് 72/18 എന്ന് വരും. അതിന്റെ ആൻസർ 4 ഓംസ് ആയിരിക്കും. സോ ഈ കോമ്പിനേഷന്റെ റെസിസ്റ്റൻസ് 4 ഓം ആയിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കൂടെ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.